ഹായ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ത ഫ്രൈ ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് ഞാൻ കാണിക്കാം. അത് നമ്മൾ പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ഇപ്പം ഇത്രയും പാസ്ത ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം അതിന് ഏകദേശം ഇത്രയും വെള്ളം മതിയാവും. ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. ഈ ഓയിൽ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാസ്ത വേവുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ആഡ് ചെയ്യുന്നത്. കുറച്ച് ആഡ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് പാസ്തയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ഓയിൽ ആഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഏകദേശം വെള്ളം ബോയിലായിട്ടിട്ട് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം വീണ്ടും ഇത്തിരി തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കുക. കാരണം ആ ഒരു പശപശപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളത്തിൽ അത് കഴുകണം എന്ന് പറഞ്ഞത്. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഒരു 3 വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ എരിവ് കൂടുതലെടുക്കുക. ഞാനിവിടെ കുറച്ചെടുത്തത്. ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് തിരിക്കുന്നത്. അതിനുള്ള നമ്മൾ ഇത് തണുത്ത വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിരിക്കുന്ന പാസ്തയിലേക്ക് ഈ കോൺഫ്ലവർ ആഡ് ചെയ്യാം. എന്നിട്ടൊരു 15 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റും. അപ്പം നമുക്ക് ക്രിസ്പിനെസ്, വെള്ളം ഏകദേശം വലിഞ്ഞ ഏകദേശം ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം വെള്ളത്തിൻ്റെ അംശം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം ചട്ടി ചൂടായതിനു ശേഷം നല്ലപോലെ ചൂടാകാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് 2 സെക്ഷനാക്കി ഇട്ട് കൊടുക്കാം. ഈ ഒരു ബ്രൗണിഷ് കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വറുത്ത് പോരാം. പക്ഷെ ഈ ഒരു പാകമാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. മുളക്
പാസ്ത ഫ്രൈ ആണ്. അത്യാവശ്യം ക്രിസ്പിനെസ്സും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് യൂസ് ചെയ്ത് കഴിക്കാവുന്നതാണ്.